മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസ മുസ്തു. അപ്പോൾ ചെക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അടുത്തുള്ള റാഷിയും തീയെയും നോക്കി മൂത്താപ്പ ചോദിച്ചപ്പം എല്ലാവർക്കും സമ്മതം മാത്രം. ചായ കുടിച്ച് അടുത്തൊരു ദിവസം തന്നെ വരാമെന്നും പറഞ്ഞിട്ട് റാഷി ഇറങ്ങുമ്പോൾ ഉമ്മാനോട് സംസാരിച്ചിരുന്ന ജുബി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുന്ന റാഷിയെ നോക്കി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ജിനു മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉമ്മ ജിനുവിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പം ദിയ ജുബിയെ നോക്കി. ഇറങ്ങുക. ദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജുബി പറയെ ദിയ അവളെ പുറത്ത് തലോടി. എല്ലാവരും കാറിൽ കയറിയപ്പം അവസാനത്തെ പ്രതീക്ഷ എന്ന പോലെ ജുബി റാഷിയൊന്ന് നോക്കി. എന്നാൽ റാഷിയുടെ ഒരു നോട്ടം പോലും ജുബിക്ക് കിട്ടിയിരുന്നില്ല. അവർക്ക് പിന്നാലെ തന്നെ ബാക്കി എല്ലാവരും തിരിച്ചു പോകുമ്പം ജുബിക്കാകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അന്നൊരു ദിവസം മുഴുവൻ വീട്ടിൽ കല്യാണ ചർച്ചയായിരുന്നു. ഉപ്പ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നതായിരുന്നു ജിനു ഹാപ്പി. ജിനു ജുബിയോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും ജുബി മിണ്ടാൻ തയ്യാറായിരുന്നില്ല. വൈകിട്ട് മമ്മയുടെയും പപ്പയുടെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലച്ചു അഞ്ചും അരുണും ഇറങ്ങി വരുന്നത് കണ്ടത്. നിങ്ങളെങ്ങോട്ടാ? പപ്പ, ഞങ്ങളൊന്ന് പുറത്തു പോയാ. ഒത്തിരി വേഗമല്ലടാ, ഇന്ന് മുകേഷിൻ്റെ മോളെ മാരേജ് ഫംഗ്ഷനാണ്, പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പെട്ടെന്ന് വരും. അരുൺ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകെ അഞ്ചു ലച്ചുവിനെ നോക്കി. വാ എന്നും പറഞ്ഞിട്ട് അഞ്ചു ലച്ചുവിൻ്റെ കയ്യിൽ പിടിക്കേ. ലച്ചു കാര്യം അറിയാതെ അഞ്ചുവിൻ്റെ കൂടെ എണീറ്റു. മമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. ലച്ചു ഉണ്ടോ കൂടെ? ഞാനോ? അമ്മമ്മ, ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത്. പറഞ്ഞിട്ട് ലച്ചു എന്തെങ്കിലും പറയും മുന്നേ അഞ്ചു അവളെയും കൊണ്ട് ഇറങ്ങി. എങ്ങോട്ടാ അഞ്ചു? ഞാനില്ല, നിങ്ങൾ പോകാൻ നോക്ക്. മിണ്ടാന്നോ നടക്കങ്ങോട്ട്. അഞ്ചവളെ അരുണിൻ്റെ കൂടെ ഇരുത്തി പിന്നിൽ ഡോർ തുറന്ന് കയറി. കാറെടുത്തതും ലച്ചു രണ്ടുപേരെയും നോക്കി. ഏട്ടാ, ഇതെങ്ങോട്ടാ? ഞാനില്ല, നിങ്ങൾ പോയി അടിച്ചു വിളിക്ക്. നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ടാൽ പിന്നെ ഞങ്ങളെങ്ങനെയാണ് സന്തോഷിക്കുന്നില്ല ലച്ചു? അഞ്ചു ചോദിക്കെ ലച്ചു ദയനീയമായി അവളെ നോക്കി. ശേഷം അരുണിനോട് പറഞ്ഞെന്ന് കണ്ണുകൊണ്ട് ചോദിക്കെ അഞ്ചു അതിന് തലയാട്ടി. അവിടുന്ന് അരുൺ അവരെയും കൊണ്ട് ആദ്യം റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ബില്ലടിച്ചിറങ്ങിയ അരുണിന് ഒരു കോൾ വന്നു. അരുൺ അതും കൊണ്ട് മാറി നിൽക്കെ അതേസമയം തന്നെ അഞ്ജുവിനും കോൾ വന്നിരുന്നു. ഫോണെടുത്ത് അഞ്ജു അമ്മയാണെന്ന് കാണെ വേഗം ഫോണിന് ചെവിയോട് ചേർത്തു. ശേഷം അമ്മ പറഞ്ഞ കാര്യം കേൾക്കെ അഞ്ചു നിറഞ്ഞ കണ്ണോടെ അടുത്തേക്ക് വന്ന അരുണിൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. എന്താ അഞ്ജു, എന്തൊറ്റി? ഫോൺ വെച്ച് വന്ന അരുൺ അഞ്ജുവിനോട് ചോദിക്കേ അഞ്ചു നിറഞ്ഞ ചിരിയോടെ അരുണിനെ നോക്കി. ഏട്ടനാണ് വിളിച്ചത്. അല്ല അമ്മ, ഏട്ടനൊരു അച്ഛനവൻ പോവുകയാണെന്ന്, മായിച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അഞ്ചു ലച്ചുവിനെ നോക്കിയേ ലച്ചു ചിരിയോടെ അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ മൂന്ന് പേരും നിറയെ സ്വീറ്റ്സും മറ്റും പലതും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അഞ്ചു അകത്തേക്ക് ഓടിക്കേറി. അവിടെ മായയുടെ അമ്മയും അനിയത്തിയും വന്നിരുന്നു. അവരെ നോക്കിയൊന്ന് നിറഞ്ഞു ചിരിച്ചിട്ട് അഞ്ചു അകത്തേക്കോടെ പുറത്തേക്ക് വന്ന കിച്ചു അഞ്ജുവിനെ കണ്ടൊന്ന് ഞെട്ടി. നീ എന്താ? അല്ല, ഇത്രയും പെട്ടെന്ന് എങ്ങനെ എത്തി? ചോദിച്ചു നോക്കിയപ്പോഴാണ് അരുണിനെ ലച്ചിനെയും കിച്ചു കണ്ടത്. കുഞ്ഞേട്ടൻ പണി പറ്റിച്ചല്ലേ? പിന്നാലെ അകത്ത് കയറി വന്ന പൊടി ചോദിക്കേ കിച്ചു ഇളിയോടെ അഞ്ജുവിനെ നോക്കി കണ്ണ് ചിമ്മി. കൺഗ്രാജുലേഷൻസ് അല്ലയാ എന്ന് പറഞ്ഞിട്ട് അരുൺ കിച്ചിന് കെട്ടിപ്പിടിച്ച് കിച്ചു പിന്നിലുള്ളവളെ നോക്കി അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞുകൊണ്ട് കണ്ണ് കാട്ടി. പൊടി കളിയാക്കി പോകെ കിച്ചു അരുണിനെയും കൊണ്ടിരുത്തി സംസാരമായി. നീ പറഞ്ഞല്ലോ അല്ലേ? പോകാനിറങ്ങി അഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്ന് കിച്ചു ചോദിക്കേ അഞ്ജു പിന്നിൽ നിന്ന് മായ നോക്കി. ഏട്ടൻ പേടിക്കാതെ, ഓഫീസിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകുന്നു പറഞ്ഞിട്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, പോരെ? കിച്ചു ചിരിയോടെ അവളെയും കൂട്ടി നടന്നു. ഇപ്പം തന്നെ തിരിച്ചു പോകണോ? അമ്മ ചോദിക്കേ മായയും അതേ ചോദ്യമായി അങ്ങോട്ടെത്തി. അത്യാവശ്യമായതുകൊണ്ട് അമ്മേ, അച്ഛൻ നമുക്ക് വേറൊരിടത്ത് പോകാനുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അരുൺ പറയേ അമ്മ അഞ്ജുവിനെ നോക്കി എന്നാ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ലച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ മമ്മയും പപ്പയും പോയിരുന്നു. പെട്ടെന്ന് ഇറങ്ങണം. അഞ്ജു ലച്ചു റൂമിലേക്ക് പോകുന്നത് കണ്ട് അരുൺ പറയെ രണ്ടാളും ഒക്കെ കാണിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അരുൺ മേലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ അഞ്ജു തലയും തുവർത്തിക്കൊണ്ട് നിൽപ്പാണ്. അത് തുറച്ചാണ് നിൽക്കുന്ന പകരം ഇത് വെച്ച് ചെയ്താൽ പോരെ അഞ്ജുവെ? ഹെയർ ഡ്രയർ ഓൺ ചെയ്ത് അരുൺ അഞ്ജുവിൻ്റെ കയ്യിൽ ടവൽ വാങ്ങി മറ്റേ വാക്ക് വെച്ച് അഞ്ജു തിരിഞ്ഞ് അരുണിനെ നോക്കി. അതൊന്നും വേണ്ട അരുണേട്ടാ, നീ എത്ര നാടനാവില്ലേ അഞ്ജു? കാലത്തിനൊപ്പം പോകണ്ടേ? ഈ സാരിയും ചുരിദാറും മാറ്റി ഒന്നുകൂടെ സുന്ദരിയായിക്കൂടെ? പോക്കോണം അവിടുന്ന്, എനിക്കിത്ര സുന്ദരിയായി മതി. അഞ്ജു അരുൺ ചെയ്തത് നിന്ന് കൊടുക്കുന്നതിൻ്റെ കൂടെ പരാരുണ് അവളെ പിടിച്ച് തിരിച്ച് മുടി ഉണക്കി കൊടുത്തു. ശേഷം ഇടാൻ വേണ്ടി എടുത്ത് വെച്ച് സാരി മാറ്റി പകരം അഞ്ജുവിൻ്റെ നേരെ ഒരു കവർ നീട്ടി. നോക്കണ്ട, സാരി തന്നെയാണ്, ഇത്തിരി മോഡലാണെന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എന്തെടുത്താലും ഭംഗി തന്നെയാണ്. എന്നാൽ ഇതൊക്കെ കൊടുത്താൽ ഇതിലേറെ ഭംഗിയാവും, അത്രേ ഞാൻ പറഞ്ഞോളൂ. എനിക്കിഷ്ടമില്ലഞ്ഞിട്ടല്ല അരുണേട്ടാ, ലച്ചു എന്നും എന്നോട് പറയുന്നതാണ് ഇതൊക്കെ. വേണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ തന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. അരുൺ അവളെ മുടിയൊതുക്കി പായി അഞ്ചു കവർ വാങ്ങി പോകാൻ നിന്ന് അരുണിൻ്റെ കൈ പിടിച്ച് നിർത്തി. ഇന്ന് ഞാനിത് എടുത്തോളാം. കേൾക്കെ അരുൺ പ്രണയത്തോടെ അവളെ നോക്കി.
ഒന്ന് കുനിഞ്ഞുകൊണ്ട് ചുണ്ടിൽ മുത്താനൊരുങ്ങിയതും വാതിൽ തുറന്ന് അകത്തേക്ക് ലച്ചു വന്നിരുന്നു. രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞ് കയ്യിൽ കിട്ടിയതിൻ്റെ ഭംഗി നോക്കി നിൽക്കെ ലച്ചു ഒന്ന് കനത്തിൽ മൂളിക്കൊണ്ട് അഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നു. നമുക്കൊന്ന് മാച്ചായിട്ടാലോ? നീ ഏത് ഡ്രസ്സ് ഇടുന്നേ? അഞ്ജു കയ്യിലെ കവർ തുറന്ന് നോക്കിയപ്പം അതൊരു നേവി ബ്ലൂ കളറിലുള്ള സാരിയായിരുന്നു. എന്നാ ഓക്കെ. അത് കണ്ട് ലച്ചു തിരിച്ചു പോകെ അഞ്ജു അതുവരെ പിടിച്ചു വെച്ച ചിരി പുറത്തേക്ക് വിട്ട് പൊട്ടിച്ചിരിച്ചു. എന്താടി? അരുൺ കപടദേശത്തോടെ ചോദിക്കെ അഞ്ജു വന്ന് അരുണിൻ്റെ മീശയെ പിടിച്ച് ഒരു വലി കൊടുത്തു. ഞെട്ടിക്കൊണ്ടുള്ള അരുണിൻ്റെ നൃത്തം കാണാൻ നല്ല ചേലുണ്ടായിരുന്നു. പറഞ്ഞിട്ട് വീണ്ടും കുടുങ്ങിച്ചിരിക്കെ അരുണൊരു കുസൃതി ചിരിയോടെ അഞ്ജുവിൻ്റെ ഉടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് എടുത്ത് കയ്യിൽ പിടിക്കെ രണ്ടുപേരുടെയും മുഖം ഒപ്പത്തിനൊപ്പമായി. നീ എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ. അരുണിൻ്റെ കൈകൾ അഞ്ജുവിനെ ഇക്കിളി കൂട്ടാൻ തുടങ്ങി. ആ മുറിയിൽ അഞ്ജുവിൻ്റെ പൊട്ടിച്ചിരി മുഴുങ്ങിക്കേട്ടു. വീണ്ടും അഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്ന ലച്ചു ഇത് കേട്ട് ആദ്യം നിറഞ്ഞ് ചിരിച്ചെങ്കിലും ആ ചിരിക്ക് അക്ഷയുടെ ഓർമ്മയിൽ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എപ്പോഴേ തോന്നിപ്പോയൊരിഷ്ടം കൊഴിയേണ്ട സമയമായപ്പോൾ കൊഴിഞ്ഞുപോയി. ദൈവം എൻ്റെ പ്രണയത്തിന് അത്ര ആയുസ് കരുതിയെന്നുള്ളൊന്ന് കരുതാം. നിറഞ്ഞ കണ്ണുകൾ പുറം കൈയാലെ തുറച്ച് ലച്ചു റൂമിലേക്ക് പോയി ഒരുങ്ങി താഴേക്ക് പോയി. അപ്പോഴേക്കും അരുണിൻ്റെ കൂടെ സുന്ദരിയായി അഞ്ജു അങ്ങോട്ട് എത്തിയിരുന്നു. ലച്ചു സൂപ്പറാണെന്ന് കാണിക്കെ അരുൺ അഞ്ജുവിനെ നോക്കി ഗമയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നാലെ ലച്ചുവിൻ്റെ കൈയും പിടിച്ച് അഞ്ജുവും ഇറങ്ങി. തുടരും. അപ്പോൾ അടുത്ത പാർട്ടിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.